കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പുതിയകോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ ഹാളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം ടി വി ദീപ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കണമെന്നും കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയകോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം ടി വി ദീപ ഉദ്ഘാടനം ചെയ്തു. അടുത്ത യുദ്ധം ഇറാനിലായിരുന്നു അല്ലെ? അപ്പം ഇറാനിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇവർ അടച്ചുവെച്ചു. ഈ യുദ്ധത്തിനെല്ലാം ആരാണ് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ആദ്യം അറിയണം. കാരണം എല്ലാത്തിനും ഇങ്ങനെ മറ്റേ ചെലന്തിയില്ലേ, ചെലന്തി വിഷം ചെലന്തി ഇങ്ങനെ കൂടുന്ന പോലെ കൂട്ടി ഒരാൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാലോ. ഇപ്പം അമേരിക്കയിൽ ആദ്യം വീണ്ടും ആരാണ് ഭരണത്തിൽ വന്നതെന്ന്? നമ്മുടെ ട്രംപ്. ഈ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് കഴിഞ്ഞോട്ടെ സ്ഥാനമേറ്റോടെ തന്നെ ആദ്യം പോയത് സൗദി അറേബ്യയിലേക്കാണ് പോയതെന്നാണ് പറയുന്നത്. അതെന്തിനാണ് തോന്നുന്നത്? അവരുടെ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരുടെ സ്വന്തം കാര്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനായാലും എല്ലാവർക്കും ഇതൊക്കെ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് കെ ശ്രീന അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി പവിത്രൻ, ജില്ലാ സെക്രട്ടറി പി പി അമ്പിളി, ജില്ലാ പ്രസിഡന്റ് പി വി അനീഷ് എന്നിവർ സംസാരിച്ചു. ദീപ ബോസ് രക്തസാക്ഷി പ്രമേയവും ടി സ്വാതി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ടി സജിത സ്വാഗതവും ട്രഷറർ എം വി വിനീത നന്ദിയും പറഞ്ഞു. ഏരിയ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നഴ്സുമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി എം വി വിനീതയെ പ്രസിഡന്റായും ടി സജിതയെ സെക്രട്ടറിയായും കെ ശ്രീനയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.